അപ്പോഴേ ഞാൻ ദേ പിന്നെ ഒരു മീൻകറിയായിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചട്ടി അടപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഉലുവ ഒന്ന് മൂപ്പിക്കുക, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ സവാളയോ ഉള്ളിയോ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടോട്ടാ അതും ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തക്കാളിയും കൂടി നന്നായിട്ട് വഴട്ടി നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോഴത്തേക്കും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ചിലവർ ഇത് നേരെ തിരിച്ചും ചെയ്യും കേട്ടോ. തക്കാളി ആദ്യം ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. കറിയുടെ ചാറേ അതൊന്ന് ചൂടായി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്നവരുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുക. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് വെള്ളം ഒഴിക്കുക ആവശ്യത്തിനുള്ളത്. പിന്നെ നമ്മുടെ വെള്ളം ഒന്ന് തിള വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ കുടംപുളിയും പിന്നെന്താ ഉപ്പും ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പലം കൂടി ലാസ്റ്റ് ആഡ് ചെയ്യണം കേട്ടോ. അതും കൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. എങ്ങനെ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് നമ്മുടെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. കപ്പ കുറച്ചൊന്ന് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ടേ. അപ്പം നല്ല ചൂട് ചോറും കപ്പ ഉടച്ചതും പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചേ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.